കൊറിയൻ ഡ്രാമകളിലൂടെയും കേക്ക് പോപ്പ് സംഗീതത്തിലൂടെയും ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ഹരമായി മാറിയ ചാവുൻ വു ഇനി കത്തോലിക്ക വിശ്വാസി. ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൊറിയൻ ആർമിയിലെ ഔദ്യോഗിക കത്തോലിക്ക ചടങ്ങിൽ വെച്ചായിരുന്നു താരത്തിന്റെ ജ്ഞാനസ്നാനം. അപ്പോസ്തോലനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ നാമമാണ് താരം ജ്ഞാനസ്നാന നാമമായി സ്വീകരിച്ചത്. ദക്ഷിണ കൊറിയയിൽ യുവാക്കൾക്ക് നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവന കാലയളവിലാണ് ചാവുൻ വു ഈ ആത്മീയ വഴി തിരഞ്ഞെടുത്തത്. കൊറിയൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് അവരുടെ താൽപര്യപ്രകാരം വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ ലഭ്യമായ ആത്മീയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് താരം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് എത്തിയത്. ഇതിനു മുൻപ് തന്റെ മതപരമായ വിശ്വാസങ്ങളെക്കുറിച്ച് ചാവുൻ വുവോ അദ്ദേഹത്തിന്റെ ഏജൻസിയോ പരസ്യമായി ഒരിടത്തും പ്രതികരിച്ചിരുന്നില്ല. 2025 ജൂലൈയിൽ സൈന്യത്തിൽ ചേർന്ന താരം നിലവിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മിലിറ്ററി ബാൻഡിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. 2027 ജനുവരിയിലാകും ചാവുൻ വുവിന്റെ സൈനിക സേവനം അവസാനിക്കുക. കൊറിയൻ ഡ്രാമ മേഖലയിൽ ഗായകനായും നടനായും തിളങ്ങി നിൽക്കുന്ന ചാവുൻ വു ട്രൂ ബ്യൂട്ടി, ഗംന ബ്യൂട്ടി തുടങ്ങിയ ജനപ്രിയ ഡ്രാമകളിലൂടെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. പ്രത്യേകിച്ച് സൂപ്പർ ഹിറ്റ് ഫാന്റസി സീരീസായ ഐലൻഡിൽ പിശാചുബാധ ഒഴിപ്പിക്കുന്ന ഒരു കത്തോലിക്ക വൈദികന്റെ വേഷം അദ്ദേഹം അതീവ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. സ്ക്രീനിൽ വൈദികനായി തിളങ്ങിയ താരം യഥാർത്ഥ ജീവിതത്തിലും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.